വെച്ചാൽ ഞാൻ എൻ്റെ വളരെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്ന രണ്ട് സുഹൃത്തുക്കളാണ് സിദ്ദീഖും ലാലും. അപ്പോൾ സിദ്ദീഖിൻ്റെ അങ്കിളാണ്, ലാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അപ്പോൾ സിദ്ദീഖ് അണ്ണനും ലാലേട്ടനും ഇവരൊരുമിച്ചാണ്, മിമിക്രി മുതൽ അവരൊരുമിച്ചാണ്. അവർ ഫാസിലിൻ്റെ അസിസ്റ്റൻസായിട്ട് പോയി, പിന്നീട് അവരൊരുമിച്ച് വലിയ സംവിധായകരായി, എഴുത്തുകാരായി. അപ്പോഴൊക്കെ ഇങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കുക ഇവരിങ്ങനെ. അപ്പോൾ ആ റൂട്ടിലേക്കാണ് ശരിക്കും സിദ്ദീഖണ്ണനാണ് എൻ്റെ എക്കാലത്തെ റോൾ മോഡൽ. എന്താണ് സിദ്ദീഖണ്ണൻ ചെയ്യുന്നത് അതിൻ്റെ പുറകെയാണ് ഞാൻ പോവുക പതുക്കെ. അപ്പോൾ അദ്ദേഹം സിനിമയിലേക്ക് വന്നു, ഞാനും പതുക്കെ പുറകിൽ ചെന്നു. അങ്ങനെ വന്നപ്പോൾ അങ്ങനത്തെ ഒരു സുഹൃത്ത് ഇപ്പോൾ സിദ്ദീഖണ്ണനും ലാലേട്ടനുള്ള പോലത്തെ എല്ലാത്തിനും ഒന്നിച്ച് നിൽക്കുന്ന, അതായത് പറഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല, ഇരട്ടപ്പെടുത്താനേ പറ്റൂ എന്ന് പറയുന്ന പോലത്തെ ഒരു സുഹൃത്തിനെ ഞാൻ അങ്ങനെ 1-2 പേരെ നേരത്തെ തന്നെ പാർട്ട്നേഴ്സാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സക്സസ് ആയില്ല. അങ്ങനെയാണ് ഒരു മിമിക്രി ഇപ്പോൾ വേദിയിൽ വെച്ചിട്ട് ഞാൻ മെക്കാർട്ടിനെ പരിചയപ്പെടുന്നത്. പിന്നെ അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ചായി. ഇപ്പോൾ സ്കിറ്റുകൾ ഉണ്ടാക്കുന്നതും അന്ന് ഈ ഓഡിയോ വീഡിയോ കാസറ്റുകൾക്ക് വേണ്ടിയിട്ട് സ്കിറ്റുകൾ എഴുതണമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അത് ചെയ്തിരുന്നത്. പിന്നീട് ഞങ്ങൾ സിനിമയിൽ വന്നപ്പോഴും ആ കൂട്ടുകെട്ട് തുടർന്നു. സിനിമയിൽ ഏകദേശം 20 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. കാര്യം ഞാൻ മുഴുവൻ നോക്കിയിരിക്കുന്നതും കണ്ടു പഠിച്ചിട്ടുള്ളതും അദ്ദേഹത്തിൽ നിന്നാണ്. കാരണം ഇപ്പോൾ ലൊക്കേഷനിലായാലും എന്തെങ്കിലും ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അവരുടെ 5 വർഷം ഞാൻ സിദ്ദീഖ് ലാലിൻ്റെ സഹായിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ പല മണ്ടത്തരങ്ങളും പറ്റിയിട്ടുണ്ട്, നല്ല ചീത്ത കേൾക്കേണ്ട വീഴ്ചകൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു ദേഷ്യപ്പെട്ടൊരു വാക്ക് പോലും അവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. പിന്നെ ലൊക്കേഷനിൽ ഒരിക്കലും അവർ ആരെയും വേദനിപ്പിക്കില്ല. അത് അണ്ണനായാലും ലാലേട്ടനായാലും എപ്പോഴും വളരെ സൗമ്യമായിട്ട് സംസാരിക്കുകയും നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചിരുത്തി വളരെ സ്നേഹത്തോടെ പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ശീലം കൊണ്ടാവാം, ആ ഒരു ശിക്ഷണം കൊണ്ടാവണം നമ്മളുടെ ലൊക്കേഷനിലും അങ്ങനെ തന്നെയാണ്. വലിയ ഒച്ചയും ബഹളവും ഒന്നുമില്ല. അല്ല, ഇനിയുണ്ട്. ഞങ്ങൾ തനിച്ച് സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും ഒരുമിച്ച് ചെയ്യേണ്ട പ്രോജക്റ്റുകളുണ്ട്. ഒരു പുതിയ സംവിധായകന് വേണ്ടിയിട്ട് എഴുതിയ തിരക്കഥയുണ്ട്. ആ തിരക്കഥ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ വർക്കുകളിടക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട്. മെക്കാർട്ടിന് ഇതിൻ്റെ ലൊക്കേഷനിൽ പല ദിവസങ്ങളും വരികയും ഞങ്ങൾ ആ കഥയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചാബി ഹൗസിൻ്റെ ഒരു 2ാം ഭാഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരിക്കും ചെയ്യുന്നത്. ട്രെൻഡ് നല്ലതാണ് ശരിക്കും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. നല്ല കഴിവും ധൈര്യവും പ്രതിഭയുള്ള കുട്ടികളാണ് അവർ. അപ്പോൾ അവർ സിനിമയ്ക്കൊരു പുതിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ നിന്നും ഒരു വിഭാഗം, പ്രത്യേകിച്ച് യൂത്ത്, അകന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു രംഗപ്രവേശം. അത് സിനിമയ്ക്ക് വലിയ ഗുണമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് മറ്റു സിനിമകൾക്ക് പ്രസക്തി ഇല്ലാതാവുന്നില്ല. എപ്പോഴും കുടുംബ സദസ്സുകളിലെ സിനിമയ്ക്ക് എന്നും പ്രസക്തിയുണ്ട്, ആക്ഷൻ സിനിമയ്ക്ക് എന്നും പ്രസക്തിയുണ്ട്. പക്ഷേ അത് ഈ കുടുംബങ്ങളും മാറും കാലത്തിനനുസരിച്ച്. ഓരോ കാലഘട്ടങ്ങൾ മാറുമ്പോഴും നമ്മളിലും ആ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സിനിമയിലും ആ മാറ്റങ്ങൾ നാം ഉൾക്കൊള്ളാൻ തയ്യാറാവണം, അത്രേ വേണ്ടൂ. അപ്പോൾ അതൊരു വേറിട്ട സിനിമയാവില്ല ഒരിക്കലും. ഒരു പുതിയ ട്രെൻഡ് വരുന്നു, അതിനൊപ്പിച്ച് കുറച്ച് കുടുംബ പ്രേക്ഷകരും മാറും. അതനുസരിച്ചുള്ള മാറ്റം നമ്മളുടെ സിനിമയിലും ഉണ്ടാവണമെന്നുണ്ട്. മറ്റു സിനിമകൾക്ക് വിദേശങ്ങളിലും ഇപ്പോൾ ഒരു തമിഴ് സിനിമ ഇന്ത്യ മുഴുവൻ എല്ലാ സ്റ്റേറ്റിലും അത് കളിക്കും. അതിന് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു തമിഴ് സിനിമ എടുക്കുന്ന വിലയ്ക്ക് ഒരിക്കലും ഒരു മലയാള സിനിമ നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എടുക്കാൻ പറ്റില്ല. കാരണം കളക്ഷനിൽ മലയാള സിനിമയ്ക്ക് അത്രയും ഇടിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പരിധി വരെ സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ നമ്മുടെ സിനിമ നിൽക്കുന്നത്. പക്ഷേ സാറ്റലൈറ്റിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ട് അതിലൊരു സിനിമ എടുത്തിട്ട് പ്രേക്ഷകരെ മറന്നുകൊണ്ടുള്ളൊരു സിനിമാ നിർമ്മാണം പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് സിനിമ എടുക്കേണ്ടത് സാറ്റലൈറ്റിൻ്റെ സഹായം നമുക്ക് സ്വീകരിക്കാം, പക്ഷേ സിനിമ ചെയ്യേണ്ടത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. തിയേറ്ററിൽ തന്നെയാണ് ആളുകൾ വന്ന് സിനിമ കാണേണ്ടത് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ഒട്ടുമിക്ക സിനിമകൾ റീമേക്ക് ചെയ്ത് കഴിഞ്ഞു മറ്റുള്ളവർ റൈറ്റ്സ് വാങ്ങിയിട്ട്. ഏറ്റവും അവസാനം ഹിന്ദിയിൽ വന്നത് പഞ്ചാബി ഹൗസിൻ്റെ റീമേക്കാണ്. അത് പ്രിയദർശനാണ് ചെയ്തത്. അപ്പോൾ ഒട്ടുമിക്ക സിനിമകളും റീമേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സിനിമയുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് പലരും സമീപിച്ചിട്ടുള്ളത്, തമിഴിലേക്കും തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കുമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ വന്നിട്ടില്ല. ഒരു തമിഴ് സിനിമ ഒരു തവണ വന്നപ്പോൾ ചെയ്തിട്ടുണ്ട്, തെങ്കാശി പട്ടണത്തിൻ്റെ തമിഴ് ചെയ്തിട്ടുണ്ട് ഒരു തവണ. അതുമാത്രമേ ഉള്ളൂ മലയാളത്തിന് പുറത്ത് പോയി ചെയ്ത സിനിമ.